ഷഹദ് ഇപ്പോൾ ഉള്ളത് കളക്ടറേറ്റിന് മുന്നിലാണ്. അവിടെ അടിയന്തര യോഗം ചേരുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ കർക്കശമായി ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിക്കേണ്ട സാഹചര്യമുണ്ടോ? ഇതിനോടകം തന്നെ നമുക്കറിയാം, ഇന്നലെ മന്ത്രി പറഞ്ഞതുപോലെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകളുണ്ട്, ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അതിൽ ചിലർക്ക് പനി ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഏത് തരത്തിലേക്കാണ് ജാഗ്രത? തീർച്ചയായും അനുജ, കാരണം ഇപ്പോൾ ഈ കുട്ടി 14-കാരൻ മരിച്ചിരിക്കുന്നു. മന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ആരോഗ്യ പ്രവർത്തകരും ഇപ്പോൾ ഈ മലപ്പുറം കളക്ടറേറ്റിൽ യോഗം ചേരുകയാണ്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇപ്പോൾ യോഗം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 14-കാരൻ്റെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് ഇന്ന് രാവിലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടിക്ക് മസ്തിഷ്ക ജ്വരവും ഒപ്പം തന്നെ ചെള്ള് രോഗവും പിടിപെട്ടിട്ടുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഈ നിപ്പ കൂടി പിടിപെടുന്നത്. ഈ കുട്ടിക്ക് നൽകാനായിട്ട് ആന്റിബോഡി ഇന്ന് അല്പസമയത്തിനകം എത്തിക്കുമെന്നും കഴിഞ്ഞ മണിക്കൂറുകളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആന്റിബോഡി എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. നിലവിൽ നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല, മറിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലായിരിക്കും ഈ മൃതദേഹം സംസ്കരിക്കുക എന്ന പ്രാഥമിക വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം വരും മണിക്കൂറുകളിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കുട്ടിയുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെട്ട 2 പേരുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തു വരും എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ കുട്ടിയുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെടുകയും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത 2 പേരുടെ പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തു വരിക. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ മരണം കൂടി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഇനി നിയന്ത്രണം കുറച്ചും കൂടി കടുപ്പിക്കാനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഈ മേഖലയിൽ, അതായത് ഈ രോഗം സ്ഥിരീകരിച്ച ആനക്കയം അതുപോലെ തന്നെ പാണ്ടിക്കാട് മേഖലകളിൽ നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വിവാഹ ചടങ്ങുകൾ അതുപോലെ തന്നെ പൊതുപരിപാടികളിലൊക്കെ തന്നെ 50 പേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കരുത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണായി, അതായത് ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബാരിക്കേഡുകൾ വെച്ചിട്ടോ മറ്റോ ഒന്നും നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകളിൽ അത്തരം നടപടികളിലേക്ക് കൂടി ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് കടന്നേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കും. അത് അല്പസമയത്തിനകം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ വരാനിരിക്കുന്ന റിസൾട്ടുകൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതെല്ലാം തന്നെ സംസ്ഥാനത്താണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് വൈകിട്ടോടുകൂടി ഈ പരിശോധന ഫലം ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, പാണ്ടിക്കാടാണ് ഈ 14 വയസ്സുകാരൻ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ചികിത്സ തേടുന്നത്. 14 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ഈ രോഗം മൂർച്ഛിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കുട്ടിയുടെ അതായത് മുഴുവൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, അതായത് ഈ 10-ാം തീയതിയാണ് ഈ കുട്ടിക്ക് പനി സ്ഥിരീകരിക്കുന്നത്. പിന്നീട് 11-ാം തീയതി ഒരു ദിവസത്തെ ഗ്യാപ്പ് വരുന്നു. 12-ാം തീയതി ആദ്യഘട്ടത്തിൽ ഈ കുട്ടി ഈ ഡോക്ടറെ കാണാൻ പോകുന്നു. തൊട്ടടുത്തുള്ള ക്ലിനിക്കിലാണ് ആദ്യഘട്ടത്തിൽ ഡോക്ടറെ കാണാൻ പോകുന്നത്. അതിനുശേഷം 13-ാം തീയതി സമാനമായ രീതിയിൽ ആ പ്രദേശത്തെ ഒരു ചെറിയ ആശുപത്രിയിൽ ആണ്, അതായത് 11-ാം തീയതി 6:50 ചെമ്പകശ്ശേരിയുള്ള വീട്ടിലാണുള്ളത്. 7:18 കുട്ടി ബ്രൈറ്റ് ട്യൂഷൻ സെന്ററിൽ പോകുന്നു. അതിനുശേഷം 12-ാം തീയതിയാണ് രാവിലെ 8 മണി മുതൽ 8:30 വരെ ഡോക്ടർ വിജയ് ക്ലിനിക്കിൽ ഈ കുട്ടി കാണിക്കുന്നത്. പിന്നീട് 13-ാം തീയതിയത്തെ ലിസ്റ്റാണ് റൂട്ട് മാപ്പിൽ പുറത്തു വരുന്നത്. അത് 7 മണി മുതൽ 7:30 വരെ, അതായത് AM മുതൽ PM വരെ PKM ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് OP വിഭാഗത്തിലാണ് ഈ കുട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് 15-ാം തീയതി 8:30 രാവിലെ 8:30 മുതൽ രാത്രി 8:30 വരെ PKM ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. പിന്നീട് 8:30, അതായത് രാത്രി 8:30യോടുകൂടി കുട്ടിയെ മൗലാന ആശുപത്രിയിലേക്ക്, മലപ്പുറം എമർജൻസി മൗലാന ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇവിടെ നിന്നുമാണ് സ്ഥിതിഗതികൾ ഗുരുതരമാവുകയും കുട്ടി ബോധരഹിതനാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഇവിടെ നിന്നുമാണ് ഈ അതായത് ഇതിന്റെ രോഗലക്ഷണങ്ങൾ നിപ്പയുടേതാണെന്ന് സംശയിക്കുകയും പിന്നീട് ഇത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ പരിശോധനയിൽ നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുന്നു. പിന്നീട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇതിന്റെ സാമ്പിളുകൾ അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത് നിപ്പയാണെന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് കടന്നിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ ഇതിന്റെ ഈ കുട്ടി സഞ്ചരിച്ച പാത, അതുപോലെ തന്നെ കുട്ടിയുമായി അടുത്ത് ഇടപഴകിയ ആളുകളൊക്കെ തന്നെ ക്വാറന്റൈനിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കുട്ടിയുടെ ഉമ്മ, അതുപോലെ തന്നെ ഉപ്പ, അതുപോലെ തന്നെ മറ്റൊരു ബന്ധു, ഈ 3 പേരെയും ആദ്യഘട്ടത്തിൽ തന്നെ ക്വാറന്റൈനിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ്
പേവാർഡിലുള്ള ഐസൊലേഷനിലാണ് ഉള്ളത്. സമാനമായ രീതിയിൽ കുട്ടിയുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള അല്ലെങ്കിൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുള്ള ഏകദേശം 60-ലധികം പേരെയാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ മുഴുവനുടെയും സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുമെന്നും ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയും കുട്ടി ബോധരഹിതനായി തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഇത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആന്റിബോഡി എത്തും, അതായത് അല്പസമയത്തിനകം എത്തുമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അല്പസമയം മുൻപ് പോലും വാർത്താ സമ്മേളനം ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ആന്റിബോഡി ജില്ലയിൽ എത്തും മുമ്പ് തന്നെ കുട്ടി മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കുട്ടിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, കുട്ടി നമുക്കറിയാം, ആരോഗ്യവകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനത്തിലുടനീളം പറഞ്ഞത് കുട്ടി വളരെ സ്മാർട്ടായിട്ടൊരു കുട്ടിയായിരുന്നു, ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ എല്ലാവരുമായി സുൽഫി നൂഹു ടെലിഫോണായിരുന്നു. ഡോക്ടർ സുൽഫി, നമ്മളിപ്പോൾ ഏറ്റവും ദുഃഖകരമായൊരു വിവരമാണ് പങ്കുവെക്കുന്നത്. നിപ്പ ബാധിച്ച 14-കാരന്റെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന് നമുക്കറിയാം. മാത്രമല്ല പല രോഗങ്ങൾ കൂടി കുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണോ ഇപ്പോൾ ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയുമോ ഡോക്ടർ? നിപ്പ വൈറസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് അതിന്റെ ഒരു മൊർട്ടാലിറ്റി റേറ്റ് തന്നെയാണ്. മരണനിരക്ക് ഏതാണ്ട് 40 മുതൽ 75% വരെ രോഗികളിലും ഒരു മരണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ലോകത്തെ എല്ലായിടത്തെയും കണക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് അസുഖങ്ങൾ, തീർച്ചയായിട്ടും എന്ത് രോഗം വന്നാലും മറ്റ് കോമോർബിഡിറ്റീസ് ഉണ്ട് എങ്കിൽ രോഗം മൂർധന്യാവസ്ഥയിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം കൂടുതൽ എത്തും. അതായിരിക്കണം നിർഭാഗ്യകരമായ ഈ മരണത്തിന് കാരണമായത്. എങ്കിൽ പോലും ഇത് നമുക്ക് ഭയപ്പെടേണ്ട എന്ന് തന്നെ ഞാൻ പോസിറ്റീവായിട്ട് പറയും. കാരണം ഇത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരുപക്ഷെ ഈ രോഗം ബാധിച്ച ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സുമായി ബന്ധപ്പെട്ട് അവരുടെ സ്രവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ മാത്രമായി ഒതുക്കി നിൽക്കാനാണ് സാധ്യത. അത് മാത്രവുമല്ല, മാൻ ടു മാൻ ട്രാൻസ്മിഷൻ, അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രീതി എപ്പോഴും രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്. അതിലേക്ക് എത്തിച്ചേർന്നപ്പോൾ രോഗിയെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും രോഗം അടുത്തുള്ള ഈ ക്ലോസ് കോണ്ടാക്ട്സ് എല്ലാവർക്കും വന്നിരിക്കാനുള്ള സാഹചര്യവും കുറവാണെന്ന് പറയേണ്ടി വരും. പക്ഷെ നാം മനസ്സിലാക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഇത് മറ്റ് പല ആൾക്കാരിലേക്കും, അതായത് മറ്റ് വൈറൽ ഫീവറുകൾ പോലെ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ പോലെ ഈ എല്ലാവരിലേക്കും പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഇൻഫെക്ടിവിറ്റി ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രം നിൽക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ലോകത്തെമ്പാടുമുള്ള ചരിത്രം കാണിക്കുന്നത്. ഇതിലിപ്പോൾ ഈ കുട്ടി, ഡോക്ടർ, നമുക്കറിയാവുന്നതുപോലെ ആദ്യം പനി സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം പല ക്ലിനിക്ക്, സ്വകാര്യ ആശുപത്രികളിലൊക്കെ മാറി മാറി കാണിച്ചതിന് ശേഷം മിംസിലേക്ക് എത്തുന്നു. അവിടെ വെച്ചാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. ഇന്നിപ്പോൾ അല്പം മുൻപ് മരണം സംഭവിക്കുകയാണ്. അപ്പോൾ ഇത് ഈ രോഗം എന്ത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിൽ എപ്പോഴും ഒരു താമസം നമുക്കുണ്ടാകുന്നുണ്ടോ? അതിൻ്റെ ലക്ഷണങ്ങൾ അത് കൃത്യമായി തന്നെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടോ നിപ്പയുടെ കാര്യത്തിൽ? നിപ്പ നമുക്ക് പലപ്പോഴും സാധാരണ വൈറൽ ഫീവറിന്റെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു വസ്തുതയാണ്. മറ്റ് പല രോഗങ്ങളുടെയും സമാനമായ രോഗലക്ഷണങ്ങളായിരിക്കും നിപ്പയ്ക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇതിൽ പ്രാധാന്യം അറിയിക്കുന്നു. അപ്പോൾ സാധാരണ ഒരു വൈറൽ ഫീവർ ആകാം, അല്ലെങ്കിൽ മറ്റ് സാധാരണ അസുഖങ്ങളുടെ ഒരു രോഗലക്ഷണങ്ങളോട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡയഗ്നോസ്റ്റിക് ഡെലിമ ഉണ്ടായിരിക്കാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും നിലവിലുണ്ട്. എങ്കിൽ പോലും നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നിപ്പ പരിചയം പലപ്പോഴും നമ്മളെ അതിനൊരു അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ആലോചിക്കുവാൻ നമ്മെ സാധാരണഗതിയിൽ ലീഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നിപ്പ ആയിരിക്കാം എന്നുള്ള സംശയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഒരു പക്ഷേ ഈ രോഗിക്ക് മറ്റ് സാധാരണ വൈറൽ ഫീവർ ബാധിച്ച് മരിച്ചുപോയോ, അല്ലെങ്കിൽ അപകടം സംഭവിച്ചേക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പോകാമായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു മുൻകാല പരിചയം ഈ കാര്യത്തെക്കുറിച്ചുള്ളത് നിപ്പ സംശയിക്കുവാനും അതിന്റെ ടെസ്റ്റുകൾ ചെയ്യുവാനും നമ്മളെ പ്രേരിപ്പിച്ചെന്നതാണ്. തീർച്ചയായിട്ടും എത്രയും നേരത്തെ രോഗം കണ്ടുപിടിക്കുകയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹു പ്രതികരിച്ചതിന്. ഡോക്ടർ പത്മനാഭ ഷേണായി കൂടി ടെലിഫോണിലാണ്. ഡോക്ടർ പത്മനാഭ ഷേണായി, ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയവും ഇത് തന്നെയാണ്. ഇതിനു മുൻപ് 2018 നമുക്കിത് ഒരു പുതിയ സംഭവമായിരുന്നു. അതിനുശേഷം ഈ കേസ് വീണ്ടും പല കുറി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് പരിചിതമായൊരു കാര്യവുമായി മാറി നിപ്പ. പക്ഷേ ഇപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നതിലൊക്കെ ഒരു താമസം ഉണ്ടാകുന്നുണ്ടോ? അതിൻ്റെ ലക്ഷണം എന്നുള്ളത് മറ്റ് പനി, വൈറൽ ഫീവർ പോലെയൊക്കെ തന്നെയാണ് എന്നുള്ളത് അവിടെ ഒരു നെഗറ്റീവ് ഫാക്ടറായി മാറുന്നുണ്ടോ? അല്ല, ഡെഫിനറ്റ്ലി നിപ്പ പോലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖം വീണ്ടും വീണ്ടും വരുന്നുണ്ട് എന്നുള്ളതൊരു ആശങ്കയ്ക്കിട നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം
ഇത് മരണനിരക്ക് വളരെ കൂടിയ അസുഖമാണ്. നമുക്ക് വളരെ വളരെ മരണനിരക്ക് കൂടിയ അസുഖമാണിത്. ഇത് കേരളത്തിൽ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആശങ്കയ്ക്ക് തന്നെ ഒരു വകയുള്ളൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് വീണ്ടും ഉണ്ടാകുന്നത്? ആഴത്തിലുള്ള പഠനങ്ങൾ വേണം. നമ്മൾ ഇത് പ്രിവെന്റീവായിട്ട് എന്തുകൊണ്ട് ഇത് വരുന്നു, എന്താണ് റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ച് അതെത്ര ഒരു ചെലവേറിയ പ്രോസസ് ആണെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ അതിലേക്ക് പോകണം. രണ്ട്, ഇത് വൈറൽ ഫീവർ പോലെ ആണെങ്കിലും അതിന്റെ ഒരു ക്യാരക്ടർ മാറുമ്പോൾ പലപ്പോഴും അതിന്റെ പാനൽസ് ഉണ്ട്. ആ പാനൽസ് വെച്ച് അറ്റ്ലീസ്റ്റ് എൻഡമിക് ഏരിയ, നമുക്കറിയാം കോഴിക്കോടും പ്രാന്തപ്രദേശങ്ങളിലുമാണ് എപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വടക്കൻ കേരളത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ